നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. ട്രൈ സീരീസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ എക്ക് ശ്രീലങ്ക എക്കുമേൽ 8 റൺസിൻ്റെ തകർപ്പൻ ജയം. ഇത് വളരെ തകർപ്പൻ ജയം എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലറായിരുന്നേ. അവസാന ഓവറൊക്കെ നോക്കണം. അവസാന ഓവർ എന്ന് പറഞ്ഞാൽ 49ാമത്തെ ഓവറിൽ ഇന്ത്യ എ കളി തീർത്തു. ആ 48 ഓവറുകൾ കഴിയുമ്പോൾ അവർക്ക് ജയിക്കാൻ വേണ്ടത് 10 റൺസായിരുന്നു. ഈ 49ാമത്തെ ഓവറിൽ ഒറ്റ റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് ഇന്ത്യ എ ടീം പിഴുതെടുത്തത്. ആ ഓവർ എറിഞ്ഞത് അർഷദ് ഖാനായിരുന്നു. അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. പിന്നെ ഋതുവിൻ്റെ ഒരു റണ്ണൗട്ട്. അങ്ങനെയാണ് ഇന്ത്യ എ ഒരു മിറാക്കിള് പോലെ പിടിച്ചെടുത്തത്. ഋതുവിൻ്റെ കാര്യം എടുത്തു പറയണേ. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ട്രിക്കി ആയിട്ടുള്ള പിച്ചിൽ സെഞ്ചുറി പിറന്നു. വാവ് കൈയടിക്കേണ്ട പ്രകടനമാണ്. ഈ സ്ക്വാഡിൻ്റെ ഭാഗമായിരുന്നില്ല ഋതു ആദ്യം. അറിയാലോ, പരാഗിന് പരിക്ക് പറ്റിയപ്പോൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നതാണ്. അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിച്ചു. ഈ ട്രിക്കി പിച്ചിൽ സെഞ്ചുറി നേടിയിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റണ്ണൗട്ട് അദ്ദേഹം നേടി. അങ്ങനെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടി. ഋതു തിളങ്ങിയ ഒരു മത്സരം. ഏതായാലും ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ നിശ്ചിത 50 ഓവറുകളിൽ 6 വിക്കറ്റ് 277 റൺസ് അടിച്ചപ്പോൾ ശ്രീലങ്ക എ 269 48.5 ഓവറുകളിൽ ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 8 റൺസിൻ്റെ ഒരു ത്രസിപ്പിക്കുന്ന വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടിയത്. ഇന്ത്യ എക്ക് വേണ്ടി പ്രഭ്സിമ്രാൻ സിംഗും വൈഭവ് സൂര്യവംശിയും ചേർന്നാണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. ആദ്യ വിക്കറ്റ് പോയത് വൈഭവിൻ്റെ തൊട്ട് പിന്നാലെ പ്രഭ്സിമ്രാനും പോയി. വൈഭവ് 12 പന്തിൽ നിന്ന് 3 ഫോർവേഡ്സ് ആയതോടെ 14 റൺസ് അടിച്ചപ്പോൾ പ്രഭ്സിമ്രാന് 11 പന്തിൽ നിന്ന് 2 റൺസാണ് അടിച്ചത്. പ്രിയാൻ ഷാരി 32 പന്തിൽ നിന്ന് 32 റൺസ് അടിച്ചപ്പോൾ തിലക് വർമ്മ ക്യാപ്റ്റൻ 97 പന്തിൽ നിന്ന് 60 റൺസ് അടിച്ചു. ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കിടിലൻ സെഞ്ചുറി 114 പന്തുകളിൽ നിന്ന് 6 4 3 6 അടക്കം 101 റൺസുമായിട്ട് അദ്ദേഹം ഇന്ത്യൻ എയുടെ ഇന്നിങ്സിന് കരുത്ത് പകർന്നു. മധോനി 24 റൺസും സുയാൻ ഷെഡ്ഗെ 26 റൺസുമാണ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്കൻ എയുടെ ബാറ്റർമാർക്ക് നല്ല തുടക്കമാണ് ലഭിച്ചിരുന്നത്. അതായത് അവർ ജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്പിന്നർമാർ നല്ല രൂപത്തിൽ പന്തെറിയുകയും പിന്നീട് കമ്പോജും അർഷദ് ഖാനും അവരുടെ അതായിട്ടുള്ള രൂപത്തിലുള്ള പന്തെറികളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇന്ത്യ എ വിജയിക്കുന്നത്. ഇപ്പം തുടക്കത്തിൽ ശ്രീലങ്ക എക്ക് വേണ്ടി നിറോഷൻ ഡിക്വെല്ല 45 പന്തിൽ 47 റൺസ്, ആവിഷ്ക ഫെർണാണ്ടോ 59 പന്തിൽ 45 റൺസ്. നല്ല തുടക്കമാണ് അവരുടെ ഓപ്പണർമാർ ഇട്ട് കൊടുത്തത്. എന്നാൽ പിന്നീട് അവർക്ക് വേണ്ടി സതീരയുടെ 46 റൺസും ഷാൻ അരാച്ചിഗയുടെ, അദ്ദേഹം ക്യാപ്റ്റനാണ്, 72 പന്തിൽ 74 റൺസും ഒഴികെ ബാക്കി മികച്ച സംഭാവനകളൊന്നും വന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ അവസാനം നമ്മൾ അർഷദ് ഖാൻ എറിഞ്ഞ ആ ഓവർ പറഞ്ഞല്ലോ, അതിലൂടെ ഇന്ത്യ എ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. അൻഷുൽ കമ്പോജ് 6 ഓവറിൽ 40 റൺസ് 1 വിക്കറ്റ് എടുത്തപ്പോൾ അർഷദ് ഖാൻ 4.5 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റ് എടുത്തു. അനുകൂൽ റോയ് 10 ഓവറിൽ 49 റൺസ് 2 വിക്കറ്റും, ആയുഷ് ബദോനി 10 ഓവറിൽ 46 റൺസിന് 2 വിക്കറ്റും, വിപ്രാജ് നിഗം 8 ഓവറിൽ 46 റൺസിന് 2 വിക്കറ്റും നേടി. ഏതായാലും ഒരു ത്രില്ലർ വിജയം തന്നെ ഇന്ത്യ എ ഋതുവിൻ്റെ മികവിലേറി നേടിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.